അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു. അപ്പോ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? പ്രതിലിപി ക്രിയേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ആദ്യം പറയുന്നത്. നമ്മൾ ആദ്യം ഇന്ന് സംസാരിക്കാൻ തുടങ്ങുന്നത് മൾട്ടിവേഴ്സിനെ കുറിച്ചാണ്. മൾട്ടിവേഴ്സ് എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും. ഇപ്പം ഹോളിവുഡിൽ തുടങ്ങി നമ്മുടെ മാർവൽ സീരീസുകൾ, സ്റ്റാർ വാർസ്, ജസ്റ്റിൻ ലീഗുകൾ മുതല് നമ്മുടെ ബോളിവുഡിലെ പോലീസ് യൂണിവേഴ്സ്, സിംഗം, സിംബ, സൂര്യവംശി തുടങ്ങിയ സിനിമകള്, ഹൊറർ സിനിമകളായിരുന്ന സ്ത്രീയുടെ 1 and 2 പാർട്സ്, ഇതൊക്കെ മൾട്ടിവേഴ്സിന് ഉദാഹരണങ്ങളാണ്. ഇപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യ മലയാള സിനിമകളിൽ ഇപ്പൊ മൾട്ടിവേഴ്സ് അങ്ങനെ അധികം വന്നിട്ടില്ല. പക്ഷെ ഇപ്പോ തമിഴില് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്, നമ്മുടെ വിക്രം, ലിയോ, കൈദി പോലുള്ള സിനിമകള്, പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള സിനിമകള്, ഇതൊക്കെ മൾട്ടിവേഴ്സിന് പ്രധാന ഉദാഹരണങ്ങളാണ്. ഇപ്പം നമുക്കപ്പോ പ്രതിലിപിയിൽ ഒരു മൾട്ടിവേഴ്സ് എങ്ങനെ ഒരുക്കിയെടുക്കാം, അത് എത്രത്തോളം വർക്കാവും, അത് വർക്ക് ആവണമെങ്കിൽ എന്തൊക്കെ ചെയ്യാം, ഇതൊക്കെയാണ് ഞാനിന്ന് ഉദാഹരണ സഹിതം ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്താണ് മൾട്ടിവേഴ്സ്, മൾട്ടിവേഴ്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. അപ്പം മൾട്ടിവേഴ്സ് എന്ന് പറയുന്നത്, ശരിക്കും മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന ഒരു പദത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്, നമ്മുടെ പ്രപഞ്ചത്തിൽ പല ലോകങ്ങൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അപ്പം ഈ പല ലോകങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ ലോകങ്ങളുടെ കഥയെല്ലാം ഒന്നുപോലെ ആകുന്നതിനെയാണ് നമ്മളിവിടെ മൾട്ടിവേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സങ്കല്പമാണ്. പക്ഷെ കഥകളിലേക്ക് വരുമ്പോൾ ഇതിനെ ഇത്ര വലിയൊരു സങ്കല്പമായി മാറ്റേണ്ട കാര്യമില്ല. പല കഥകൾ, പല വിഭാഗങ്ങൾ, പല സ്ഥലങ്ങൾ, പല നായകന്മാർ, ഇവരുടെ എല്ലാവരുടെയും കഥകൾ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനെ നമുക്ക് മൾട്ടിവേഴ്സ് എന്ന് പറയാവുന്നതാണ്. ഇപ്പം ഇതിൽ തന്നെ പല രീതിയിലുള്ള അല്ലെങ്കിൽ പല ജോണറുകളിലുള്ള കഥകൾ നമുക്ക് എഴുതാൻ പറ്റും. പുരാണമാകാം, ഫാന്റസി ആകാം, പ്രണയമാകാം, ഹൊറർ ആകാം, അങ്ങനെ ഏത് ജോണറിൽ വേണമെങ്കിലും നമുക്ക് മൾട്ടിവേഴ്സിനെ എഴുതാവുന്നതാണ്. ഇപ്പം നമുക്ക് വിചാരിക്കും, ഇപ്പം ഈ മാർവലിലെയൊക്കെ പോലെ സൂപ്പർ ഹീറോസിന് മാത്രമാണോ സൂപ്പർ ഹീറോസിനെ കുറിച്ചുള്ള കഥകൾ മാത്രമാണോ എഴുതാൻ പറ്റുക എന്നൊക്കെ സംശയം വരാം. എന്നാൽ അങ്ങനെയല്ല. ഈ ഇപ്പം നമ്മള് 3 ബിസിനസ്മാൻകാരുടെ അവരുടെ പ്രണയകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒടുക്കം ഇവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു ശത്രു വരുന്നു, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം വരുന്നു. ഇവര് ഇതിനെ നേരിടാൻ വേണ്ടി ഒന്നിക്കുന്നു, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ ഒത്തിക്കുന്നു. അത് നല്ല കാര്യമാകാം, ഗുണപാഠമാകാം, അങ്ങനെ എന്തോ ആയിക്കൊള്ളട്ടെ. അതിനു വേണ്ടി ഇവരെ ഒന്നിച്ചാലും അതിനെയും നമുക്ക് മൾട്ടിവേഴ്സ് എന്നുള്ളൊരു പ്രമേയത്തിൽ തന്നെയായിരിക്കും വരിക. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് കൃത്യമായ ഒരു കേന്ദ്ര പ്രമേയം ഉണ്ടായിരിക്കണം. ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പം എന്താണ് മൾട്ടിവേഴ്സിന്റെ ഒരു പ്രധാന ഘടകങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പം മൾട്ടിവേഴ്സിന്റെ ഒരു പ്രധാന കാര്യം, ഇതിനൊരു കേന്ദ്ര പ്രമേയം ഉണ്ടാവണം. ഇപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമൺ ഫാക്ടേഴ്സ് ഈ കഥകൾ തമ്മിൽ ഉണ്ടാവണം, എന്നാലേ നമുക്ക് ഇവരെ ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. കഥകൾ എഴുതി മുന്നോട്ട് പോകുമ്പോൾ ഇവര് പറയുന്ന ഏത് ജോണറാണോ അതിൽ തന്നെ നിലനിർത്താൻ ശ്രമിക്കുക. നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് മൾട്ടിവേഴ്സിന്. അതുപോലെ തന്നെ മൾട്ടിവേഴ്സിന്റെ ഒരു പ്രശ്നമാണ്, നമുക്ക് ഒരേ സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നില്ല. നമ്മൾ കഥകളിൽ നമ്മുടെ ആശയങ്ങൾ മാറി മാറി പോകുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര പ്രമേയം എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തതാണ്, പരസ്പര ബന്ധമുള്ള കഥകളായിരിക്കണം. അതായത് ഈ കഥകൾ പല ആൾക്കാരുടെ കഥകളാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കോമൺ പോയിന്റിൽ ഇവരെ ഒന്നിപ്പിക്കാൻ പറ്റണം. പിന്നെ ഓരോ കഥയിലും, മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞാൽ പദനായകന്മാരുടെ കഥ നമ്മൾ ഒരുമിച്ചെടുത്ത് വെക്കുകയാണല്ലോ. അപ്പം ഓരോ കഥയിലും ആ വായനക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന
കുറച്ച് ഐക്കോണിക് കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കും. അത് വിവിധ കഥകളിൽ പല പല കഥകളിൽ ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വായനക്കാർക്ക് ആ കഥകളോടൊരു തുടർച്ച ഫീൽ ചെയ്യും. ആ തുടർച്ചയ്ക്കനുസരിച്ച് ആ കഥാപാത്രം മൂലം ഇപ്പം മിന്നൽ മുരളി എന്ന് പറഞ്ഞൊരു കഥാപാത്രം, അതിനെ നമ്മൾ പല സ്ഥലത്തിലേക്ക് പല കഥകളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ മിന്നൽ മുരളിയെ ഇഷ്ടപ്പെടുന്ന വായനക്കാര് മറ്റു കഥകളെ പറ്റിയും പരിചിതബോധം ഉണ്ടാവും. അവർക്ക് ആ കഥകളും വായിക്കാൻ തോന്നും. മെല്ലെ നിങ്ങളുടെ ഈ യൂണിവേഴ്സിലെ തന്നെ മറ്റു കഥകൾക്കും വായനക്കാര് കൂടി വരും. അത് നിങ്ങളുടെ മൊത്തം വായനക്കാരുടെ എണ്ണത്തിനെയും കൂട്ടും. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് മൾട്ടിവേഴ്സിനെ ഒന്നിപ്പിക്കുമ്പോൾ ക്രോസ് ഓവറുകൾ. അതായത് ഒന്നിച്ചിതൊരു കഥയാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ക്രോസ് ഓവറുകൾ കൊണ്ടുവരാൻ പറ്റും. എന്താണ് ക്രോസ് ഓവർ? ഇപ്പം രണ്ട് വ്യത്യസ്ത കഥകളിൽ ഉള്ള ആൾക്കാർ ഒന്നിച്ചൊരു കഥയിൽ വരുന്നതിനെയാണ്. ഇപ്പം മിന്നൽ മുരളിയുടെ ഉദാഹരണം തന്നെ എടുക്കാം. മിന്നൽ മുരളിയുടെ കഥ നടക്കുന്ന സമയത്ത് മിന്നൽ മുരളിക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നത്തിന് സഹായിക്കാൻ നമ്മുടെ പഴയ മൈഡിയർ കുട്ടിച്ചാത്തൻ വരികയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേർന്ന് ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യും. അപ്പം അതിനെയാണ് നമ്മൾ ക്രോസ് ഓവർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ വിവിധ വിഭാഗങ്ങളിൽ നമ്മളിത് എഴുതാമെന്ന് പറഞ്ഞു. ഇപ്പം ഇത് സൂപ്പർ ഹീറോ കഥകളാകാം, മാന്ത്രികതയുള്ളതാകാം, ആൾക്കാർക്ക് അത്ഭുതം തോന്നുന്ന കഥകളാകാം, അങ്ങനെ എന്തും, പ്രണയമാകാം, വിരഹമാകാം, അങ്ങനെ എന്തും നമുക്ക് ഇതിനകത്തിരിക്കും. സ്ത്രീ ശാക്തീകരണമാകാം, ഉയർന്നു വരുന്ന സ്ത്രീകളെ കുറിച്ചുള്ള കഥകൾ നമ്മൾ എഴുതാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് എഴുതാൻ പറ്റും. നമുക്ക് ഈ മൾട്ടിവേഴ്സുകളുടെ കുറച്ച് ഉദാഹരണങ്ങൾ കാണാം അടുത്തതായിട്ട്. ഇപ്പൊ നമുക്കൊരു ഹൊറർ ബേസ് ചെയ്തിട്ടുള്ള മൾട്ടിവേഴ്സ് എഴുതണം എന്ന് വിചാരിക്കുക. ഉദാഹരണങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്നെനിക്കറിയില്ല, എന്നാലും എന്നെ പരമാവധി ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ മൾട്ടിവേഴ്സിന്റെ ഒരു പേര് എന്ന് പറയുന്നത് നമുക്കൊരു കുറച്ച് ശാപങ്ങൾ ഏറ്റുവാങ്ങിയ കുറച്ച് പട്ടണങ്ങളുടെ ഒരു കഥ നമുക്കൊരു മൾട്ടിവേഴ്സ് ആയിട്ട് പല കഥകളായി എഴുതി ഒരു മൾട്ടിവേഴ്സ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പം ഇതിനകത്തൊരു പ്രധാന ആശയം എന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഇന്ത്യയിലെ ഉടനീളമുള്ള ചെറിയ ചെറിയ ചില പട്ടണങ്ങൾ, നമ്മൾ കേട്ട് പഴകിയ ചില സ്ഥലങ്ങൾ, അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളിലായിരിക്കണം ഈ കഥ നടക്കേണ്ടത്. ആ സ്ഥലങ്ങളിൽ തന്നെ ഇങ്ങനെയുള്ള പട്ടണങ്ങളിൽ പലതരം അമാനുഷിക സംഭവങ്ങൾ, ശാപം, പ്രശ്നങ്ങൾ ഇതൊക്കെ സംഭവിക്കുന്നു. അത് ഒന്നുകിൽ ഏതെങ്കിലും ശാപത്തിന്റെ മൂലമാവാം, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും നാടോടി കഥകളിൽ പറയുന്ന നിഗൂഢതകളാകാം, പ്രേതബാധയാകാം, അങ്ങനെ എന്തും ആകാം. ഈ ഒരു ഹൊറർ പശ്ചാത്തലത്തിൽ അത് വരണമെന്നേ ഉള്ളൂ. ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു രഹസ്യ സമൂഹമാണ്. മരിച്ചവരുടെ കാവൽക്കാർ എന്ന് അറിയപ്പെടുന്ന ഒരു രഹസ്യ സമൂഹം. ഇവര് ഈ അമാനുഷിക ശക്തികളിൽ നിന്ന് ആൾക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇതിന്റെ പ്ലോട്ടുകളിൽ ഉൾപ്പെടുത്താവുന്ന കുറച്ച് ഉദാഹരണങ്ങളും എഴുതിയിട്ടുണ്ട്. ഒരു ശാപം കിട്ടിയ ഭൂമി. അവിടുത്തെ ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാതിരാത്രിയിൽ രാത്രി 12 മണിക്ക് ഒരു മണിമുഴക്കം ആര് കേൾക്കുന്നോ അവരെല്ലാവരും ഒരാഴ്ചക്കുള്ളിൽ മരിച്ചു പോകും. ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്ന അവിടെ എത്തിപ്പെടുന്ന ഒരു എഞ്ചിനീയർ, അവിടുത്തെ ആ ശാപത്തിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുന്ന നാടോടി കഥകളുടെ ഒരു വിദഗ്ധൻ, പിന്നെ അവിടെ തന്നെയുള്ള ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സംഗീതജ്ഞൻ, ഇവരൊക്കെയാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ഈ കഥയുടെ ഗതി എന്താണെന്ന് വെച്ചാൽ, അതായത് കഥ മുന്നോട്ട് പോകുന്നത് ഈ മണിമുഴക്കത്തിന്റെ ഉത്ഭവം എന്താണെന്ന് ഇവര് കണ്ടെത്താൻ ശ്രമിക്കുകയും ആ പ്രശ്നം അവസാനിപ്പിക്കാൻ ഇവര് ശ്രമിക്കുകയും ചെയ്യുന്നതിലാണ്. ഇതിൽ തന്നെ അടുത്ത കഥ എന്ന് പറയുന്നത് ഒരു വിദ്യാലയത്തെ കേന്ദ്രീകരിച്ചുള്ള കഥയാണ്. അതായത് ഒരു വിദ്യാലയത്തില് അവിടുത്തെ കുട്ടികളെയും അവിടെ രാത്രിയുള്ള ആൾക്കാരെയും ഒക്കെ സ്ഥിരമായി പ്രതികാരദാഹികളായ ആത്മാക്കള് വേട്ടയാടുന്നു. അപ്പം ഈ വിദ്യാലയത്തിൽ വെച്ച് ഒരു സംഭവത്തെ തുടർന്ന് കൊല്ലപ്പെട്ട വിദ്യാർത്ഥികൾ തന്നെയാണ് ഇങ്ങനെ ആത്മാക്കളായി വരുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇവിടെ നിന്ന് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ, ഭയങ്കര ആകാംക്ഷയുള്ള, ഇതിനെപ്പറ്റി അന്വേഷിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി,
ഇവരൊക്കെയാ അവിടുത്തെ ഇവിടുത്തെ സംഭവങ്ങളിലെ സംശയാലുവായ പ്രിൻസിപ്പൽ, ഇവരൊക്കെ ആയിരിക്കാം ഇതിനകത്തെ പ്രധാന കഥാപാത്രങ്ങൾ. ഈ ദുരന്തത്തിനെ പറ്റി കൃത്യമായി മനസ്സിലാക്കുകയും ഇതിന്റെ കാരണം കണ്ടെത്തുകയും അതിലൂടെ ഇതിന്റെ പരിഹാരം കണ്ടെത്തുകയാണ് ഇവർ ഈ കഥയിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ വേറൊരു സ്ഥലത്ത് പൗർണമി ദിവസം പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് മാത്രം ഉയർത്തെഴുന്നേൽക്കുന്ന കുറച്ച് ദുഷ്ടാത്മാക്കൾ, അതാണ് ആ സ്ഥലത്തിന്റെ ശാപം. ഇതിനെപ്പറ്റി കേട്ടറിഞ്ഞു വരുന്ന ഒരു പത്രപ്രവർത്തകനും അവിടെ തന്നെയുള്ള ഒരു പുരോഹിതനും ഒക്കെ ആവാം ഇതിന്റെ പ്രധാന കഥാപാത്രങ്ങൾ. സഹകഥാപാത്രങ്ങളെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒരുക്കിയെടുക്കുകയും ചെയ്യാം. ഇതിന്റെയും ശാപത്തിന്റെ ഉത്ഭവം കണ്ടെത്തുക, ആൾക്കാരെ രക്ഷിക്കുക, ഇതാണ് ഇതിനകത്ത് ഒരു കോമൺ തീം വരിക. ഇതിനെ ബന്ധിപ്പിക്കുന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞ മരിച്ചവരുടെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്. അവര് ഇതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ, ഇതിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തോ ഒരു ഘടകമുണ്ട്, അതിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അവര്. ഈ പ്രധാന കഥാപാത്രങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രധാന ആൾക്കാരും എത്തുന്നു. ഇതിനെയാണ് നമുക്ക് ഒരു യൂണിവേഴ്സ് ആക്കി മാറ്റിയെടുക്കാം. ഇതിനെ ബന്ധിപ്പിച്ച് കൊണ്ടുവന്ന് നമുക്കതൊരു വലിയ കഥയുടെ ഒരു വലിയ യൂണിവേഴ്സ് ആക്കി മാറ്റിയെടുക്കാം. ഇതിനെ എങ്ങനെ ബന്ധിപ്പിക്കാം? ഇത് ആദ്യം പറഞ്ഞ പോലെ ഈ മരിച്ചവരുടെ കാവൽക്കാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇതിന്റെ ഒരു പ്രധാന ഘടകം. അവര് വഴി ഇതിനെ ബന്ധിപ്പിക്കാൻ പറ്റും. ഇവര് ഈ നടക്കുന്നതിന്റെ ഈ സംഭവങ്ങളുടെ പിന്നിലെ രഹസ്യം കണ്ടെത്താൻ ശ്രമിക്കാം. പിന്നെ ഈ കഥാപാത്രങ്ങളിൽ, അതായത് ഒരു പട്ടണത്തിലെ പ്രശ്നം മറ്റൊരു പട്ടണത്തെ കൂടി ബാധിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ കഥാപാത്രങ്ങളെ സഹായിക്കാൻ വേണ്ടി ബാക്കി രണ്ട് യൂണിവേഴ്സിലെയും ഏതെങ്കിലും പ്രധാന കഥാപാത്രങ്ങൾ ഇവരിലേക്ക് എത്താം. അതും ഈ കഥകളെ ബന്ധിപ്പിക്കുന്ന ഒരു ഫാക്ടർ ആയിരിക്കും. പിന്നെ ഇതിന്റെ ഒക്കെ ഉള്ളില് പതിയെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു രഹസ്യമുണ്ട്. അതായത് ഈ ശാപങ്ങളുടെ പിന്നിലെ ഒരു വലിയ രഹസ്യം. ആ രഹസ്യമാണ് നിങ്ങളുടെ കഥയെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ ഒരുക്കിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുക. അപ്പം ഇതെന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്, ഇതെങ്ങനെയൊക്കെ വർക്ക് ചെയ്യാം, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ വർക്ക് ചെയ്യിച്ചെടുക്കാം? ഒന്ന്, നമുക്ക് പരിചയമുള്ള കേട്ടറിവുള്ള സ്ഥലങ്ങളെ പറ്റി നമ്മൾ പറയുന്നു, അത് നമ്മളെ ഇത് വർക്ക് ചെയ്യിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഇത് കൊണ്ടുവരുന്ന ഒരു ആകാംക്ഷ, അതാണ് ഇതിനകത്ത് മറ്റൊരു സാധനം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥയിലെ തന്നെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ മറ്റൊരു കഥയിലേക്കും വരുമ്പോൾ ഈ കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം ഈ രണ്ട് കഥകളോടും നിങ്ങൾക്ക് തോന്നും, വായനക്കാർക്ക് തോന്നും. പിന്നെ എപ്പോഴും ഒരു രഹസ്യ സമൂഹം, കട്ട് കഥകൾ അല്ലെങ്കിൽ കെട്ടുകഥകൾ, ഇതിനോടൊക്കെ ആൾക്കാർക്ക് വളരെയധികം ആകാംക്ഷയുണ്ട്. അതും നിങ്ങളുടെ കഥയെ വളരെയധികം സഹായിക്കുന്ന ഒരു ഫാക്ടർ ആയിരിക്കും. ഇനി നമുക്കൊരു പോലീസ് യൂണിവേഴ്സ് അല്ലെങ്കിൽ കോപ്പ് മൾട്ടിവേഴ്സിനെ പറ്റി സംസാരിക്കാം. ഇത് വേറൊരു ഉദാഹരണമാണ്. നേരത്തെ ഹൊറർ പറഞ്ഞ പോലെ വേറൊരു ഉദാഹരണമായിട്ടാണ് കോപ്പ് മൾട്ടിവേഴ്സ് വരുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് 3 കഥാപാത്രങ്ങളെയാണ് ഞാൻ പ്രധാനമായിട്ടും എടുത്തിരിക്കുന്നത്. ഇതിനകത്തെ പട്ടണങ്ങളുടെ പേരും എല്ലാം ഭയങ്കര സാങ്കല്പികമാണ്. അപ്പം ഒരേ സ്റ്റേറ്റിൽ വരുന്ന 3 സിറ്റികൾ, ആ സിറ്റികൾ ഭയങ്കര ശാന്തമായ ഒരു നഗരം, ഭയങ്കര ടെക് ഹബായ ഒരു നഗരം, പിന്നെ കുറ്റകൃത്യങ്ങളും ഗ്യാങ്ങുകളുടെ ആൾക്കാരും ഒക്കെ ഒരുപാടുള്ള ഒരു നഗരം. അപ്പം ഈ ഗ്യാങ്ങുകളുടെ ആൾക്കാരുള്ള കഥയിലെ നായകൻ എന്ന് പറയുന്നത്, പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് വളരെ കർക്കശക്കാരനായിട്ടുള്ള ഒരു ഇൻസ്പെക്ടർ ആയിരിക്കും. പുള്ളിയുടെ പേര് രാഘവ് ആണെന്ന് വിചാരിക്കുക. പിന്നെ അടുത്തത് വളരെ ശാന്തമായ ഒരു നഗരം, അവിടത്തെ ഒരു സബ് ഇൻസ്പെക്ടറായ ഒരു പ്രിയ. പുള്ളിക്കാരി ജനങ്ങളുടെ സുരക്ഷ അല്ലെങ്കിൽ ജനങ്ങളോട് എങ്ങനെ ഇടപെടുന്നു, ഇതിനകത്തൊക്കെയാണ്, ജനങ്ങളെ കൂടെ അവരുടെ വിശ്വാസ്യത എങ്ങനെ വളർത്താം, ഇതിലൊക്കെയാണ് പുള്ളിക്കാരി കൂടുതലും ശ്രദ്ധിക്കാറുള്ളത്. പിന്നെ ഉള്ളത് ഒരു സൈബർ വിദഗ്ധനാണ്. എന്ത് രീതിയിലും ഏത് രീതിയിലും നിയമത്തെ വളച്ചൊടിച്ചായാലും തന്റെ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഈ സൈബർ വിദഗ്ധൻ. ഇയാളെ നമുക്ക് വിക്രം എന്ന് വിളിക്കാം. അപ്പം ഇതിനകത്ത് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇവരുടെ സ്വഭാവമാണ്. അതായത് നമ്മുടെ ആദ്യത്തെ രാഘവ് എന്ന് പറയുന്ന ഇൻസ്പെക്ടർ ഭയങ്കര കർക്കശക്കാരനാണ്. ഏത് രീതിയിലും എങ്ങനെയും കേസ് തെളിയിക്കണം, എന്റെ ലക്ഷ്യം നടപ്പാക്കണം, അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നവനാണ്. എന്നാൽ നിയമം ഒരിക്കലും തെറ്റിക്കുകയില്ല.
അതേസമയം പ്രിയ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ, എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോട് സംസാരിക്കുന്ന, എല്ലാവരോടും ഒരു വിശ്വാസബന്ധം സ്ഥാപിക്കുന്ന, ഭയങ്കര കരുണയും ഒക്കെ ഉള്ളൊരു ആളാണ്. നമ്മുടെ വിക്രം, അതായത് നമ്മുടെ സൈബർ വിദഗ്ധൻ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമാനാണ്, ആൾക്കാരോട് ഇടപെടാൻ ഇഷ്ടമാണ്. പക്ഷെ എങ്ങനെയും നിയമം, തനിക്ക് വേണ്ട വിവരങ്ങൾ എങ്ങനെയും കണ്ടുപിടിക്കാം എന്ന് ഉറപ്പുള്ള ഒരാള്. ഇപ്പം ഇവര് വരുന്ന പശ്ചാത്തലങ്ങൾ പോലും വ്യത്യസ്തമായിരിക്കാം. അതായത് നമ്മുടെ രാഘവ് ഭയങ്കര ഒരു പോലീസ് കുടുംബം, അച്ഛൻ അമ്മ അച്ഛൻ സഹോദരൻ എല്ലാവരും പോലീസ് ആയിരുന്നിരിക്കാം. ആ പാരമ്പര്യത്തെ പോലീസ് ആണ്, അതാണ് തന്റെ ഊർജം, അങ്ങനെ വിചാരിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷെ നമ്മുടെ പ്രിയ ഭയങ്കര ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് അവൾക്കറിയാവുന്ന വ്യക്തികൾക്കിടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പോലീസായ ഒരാളായിരിക്കാം. ഈ പറയുന്ന വിക്രം എന്ന് പറയുന്നത് ക്രൈമിനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കാട്ടിലും അതിനകത്ത് ത്രില്ല് കൊണ്ട് സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. പിന്നെ ഇവര് നേരിടുന്ന ആളുകൾ, ഇവര് നേരിടുന്ന എതിർകക്ഷികൾ, ഇവരൊക്കെ വ്യത്യസ്തമായിരിക്കാം. ഇപ്പം രാഘവ് എന്ന് പറയുന്നത് വളരെ വലിയൊരു നഗരത്തില് ഗ്യാങ് മെമ്പേഴ്സിനെയും അവിടുത്തെ ഗ്യാങ് യുദ്ധങ്ങളെയും ഒക്കെ നേരിട്ട് അഴിമതികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒക്കെ ഒരു ആളാണ്. ഈ പറയുന്ന പ്രിയയുടെ കാര്യത്തില് അവൾക്ക് നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നം പ്രാദേശിക മാഫിയകളും അവരെ അവരുടെ നാട്ടുകാരെ അവരിൽ നിന്ന് സംരക്ഷിക്കേണ്ടതും പിന്നെ കുറച്ച് സ്മഗ്ലിംഗ് പ്രശ്നങ്ങളുമാണ്. ഇതേസമയം വിക്രം നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഭയങ്കര സൈബർ തട്ടിപ്പുകൾ, ആ സൈബർ തട്ടിപ്പുകളിൽ നിന്ന് ആൾക്കാരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നൊക്കെയുള്ളതാണ് നമ്മുടെ വിക്രം പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നം വരികയാണ്. അതായത് ഇവരുടെ ഈ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ഇവരുടെ ഈ ക്യാരക്ടറിനെ, ഇവരുടെ കഥാപാത്രത്തിനെ രൂപീകരിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയതിന് ശേഷം പിന്നെ വരുന്നത് എന്ന് പറയുന്നത് ഇവരുടെ കഥയിൽ ഒരു ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കഥയിൽ ഒരു പ്രധാന പ്രശ്നം കൊണ്ടുവരികയാണ്. അപ്പം അവിടെ ദി സ്പൈഡർ എന്ന് പറയുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റ് എന്ന് തന്നെ പറയാം, അവര് വരുന്നു. അങ്ങനെ ഒരാൾ വന്നിട്ട് ആ സംസ്ഥാനത്തിന്റെ മൊത്തവും പവർ ഗ്രിഡ് ഹാക്ക് ചെയ്ത് ഒരു ബ്ലാക്ക് ഔട്ട് ഉണ്ടാക്കി അവിടെ ഒരു വലിയ ക്രൈം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരുപാട് സ്മഗ്ലിങ് അല്ലാതെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ്. ഇതിനെപ്പറ്റി ഇവർക്കൊരു രഹസ്യ വിവരം കിട്ടുന്നു. അങ്ങനെ അതേസമയം തന്നെ ഇവർക്കെതിരായിട്ട് നിൽക്കുന്ന നമ്മുടെ ഈ 3 പ്രധാന കഥാപാത്രങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ഇവരും ഈ ദ സ്പൈഡറിന്റെ കൂടെ ഒന്നിച്ചു ചേരുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാവുന്ന സമയത്ത് ഇതുണ്ടാവാൻ വേണ്ടിയിട്ട് ഗുണ്ടാ സംഘങ്ങള് പവർ സ്റ്റേഷനുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കും. റിവർ ടൗണിലെ കള്ളക്കടത്തുകാരുടെ അനധികൃത ഉപകരണങ്ങൾ കടത്തുന്നത് വർദ്ധിപ്പിക്കും. പിന്നെ ഗ്രിഡ് തകർക്കാൻ ഹാക്കർമാരും ഹെൽപ്പ് ചെയ്യും. അപ്പം ഇവരെല്ലാം ഒന്നിച്ചു വരുമ്പോൾ ഇതിനെപ്പറ്റി രഹസ്യ വിവരം കിട്ടുന്ന സർക്കാർ അല്ലെങ്കിൽ അതോറിറ്റി ഇവരെ 3 പേരെയുമാണ് ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട്, ഈ ശ്രമം തകർക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുന്നത്. ഇവരൊന്നിച്ചു വരുമ്പോ ഇവരാദ്യം ഇതിന്റെ പ്ലാനിങ് നടക്കുമ്പോൾ തന്നെ ഇവരൊന്നിച്ച് ഇതിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചു വരികയാണ്. പക്ഷെ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ നേരിടേണ്ടി വരും. അതിനകത്തെ പ്രധാന പ്രശ്നം ഇവരുടെ ശൈലികളുടെ വൈരുദ്ധ്യമാണ്. വിക്രം ഇങ്ങനെ ഒന്നും നോക്കാതെ കണ്ണടച്ച് ഭയങ്കര ധൈര്യത്തോടെ എല്ലാരെയും നേരിടുന്ന ആളാണ്. പക്ഷെ നിയമം ഒരിക്കലും തെറ്റിക്കില്ല. അപ്പൊ വിക്രമിന് തോന്നുകയാണ്, രാഘവ് അങ്ങനെയാണ്, സോറി രാഘവാണ്, വിക്രമല്ല. അപ്പൊ രാഘവിന് തോന്നുകയാണ് വിക്രം ഏത് വഴിയിലും ഹാക്ക് ചെയ്ത് വിവരങ്ങൾ അറിയണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പൊ വിക്രമിന്റെ ഈ രീതികളൊന്നും ശരിയല്ല എന്നാണ് രാഘവിന്റെ കണ്ടുപിടുത്തം. അതേസമയം പ്രിയ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ്, എല്ലാവരോടും കരുണയോടെ ഇടപെടുന്ന ഒരാളാണ്. അവർക്ക് ഒരിക്കലും രാഘവിന്റെ ഈ കർക്കശമായ രീതികൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. പ്രിയ ഇങ്ങനെ കരുണയുടെ പതുക്കെ സംസാരിക്കുന്നത് കേസ് കണ്ടുപിടിക്കാനുള്ളതിൽ പ്രശ്നമാകുമെന്ന് രാഘവ് കരുതുന്നു. അങ്ങനെ ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ
ഇതിന്റെ ആദ്യത്തെ കുറച്ച് ഇവർ ഒന്നിച്ചു വരുന്ന ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിൽ ഭയങ്കര പ്രധാനമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവര് നേരിടാൻ പോകുന്ന പ്രശ്നത്തിന്റെ ഒരു രൂക്ഷാവസ്ഥ മനസ്സിലാക്കുകയും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം ഇവരൊന്നിച്ചെത്തി ഇതിന് എതിരെ ഒരുമിച്ച് പോരാടും. അവിടെയൊക്കെ ഇവരുടെ 3 പേരുടെയും ഈ വ്യത്യസ്തമായ സവിശേഷമായ സ്വഭാവങ്ങൾ ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. അതായത് ഒരു ഭയങ്കര അപകടകരമായ ഒരു റെയ്ഡ് നടക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പ്രിയയുടെ സ്വഭാവമോ വിക്രമിന്റെ ഹാക്കിംഗ് രീതിയോ ഒന്നും സഹായിക്കില്ല. അവിടെ സഹായിക്കുക രാഘവന്റെ സ്വഭാവം തന്നെയാണ്. പക്ഷെ നാട്ടുകാർക്കൊരു വിവരം അറിയാം. അത് അവരെ അറിയിക്കണമെങ്കിൽ അതിനൊക്കെയുള്ള ബന്ധമുള്ളത് പ്രിയയ്ക്ക് മാത്രമാണ്. അതിന് പ്രിയ സഹായിക്കും. അതേസമയം തെളിവുകൾ ശേഖരിക്കാനും ഹാക്ക് ചെയ്യുന്നത് തടയാനും ഒക്കെ ഏത് രീതിയിലും താൻ എത്തുന്നിടത്ത് എത്തണം എന്ന് വിചാരിക്കുന്ന വിക്രമിന്റെ സ്വഭാവം മാത്രമേ സഹായിക്കൂ. എക്സ്ക്യൂസ് മീ. അപ്പം ഈ മൾട്ടിവേഴ്സിന് എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത്? നമ്മളിത് ഇന്ത്യയിലെ നഗരങ്ങൾ പശ്ചാത്തലമാക്കി ആണ് ഇത് ഒരുക്കുന്നത്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യൻ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അതിനെ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. നമുക്കൊരു പരിചിതത്വം തോന്നണം. അപ്പോൾ മാത്രമേ നമുക്ക് ആ വായനക്കാർക്ക് ആ കഥയോട് റിലേറ്റ് ചെയ്യാൻ പറ്റുകയും അവർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യുള്ളൂ. പിന്നെ പോലീസ് സ്റ്റോറി എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെയധികം അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കഥയ്ക്ക് ഒരുപാട് ആരാധകരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ ഒക്കെ ഈ കഥയുടെ ആൾക്കാരുടെ ഇൻട്രസ്റ്റിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പം പിന്നെ ആക്ഷൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഇമോഷൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഇതിന്റെ എല്ലാം സൊല്യൂഷനിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. ഇതൊക്കെ നമുക്ക് കൂട്ടിച്ചേർത്ത് വേണം ഈ കഥ ഉണ്ടാക്കിയെടുക്കാൻ. ഈ കഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇതെങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടതെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം. ഈ കഥ 3 കഥകളായി എഴുതി അവസാനം ഇവരെ ഒരുമിച്ച് കൊണ്ടുവരികയാണോ, അതോ നിങ്ങൾ മാറ്റി മാറ്റി അതിലേക്ക് ഇതിന് ശേഷം വരാം. ആദ്യം നമുക്ക് ഓരോ കഥാപാത്രങ്ങളെയും വികസിപ്പിച്ചെടുക്കാൻ 60 അല്ലെങ്കിൽ 70 ഭാഗങ്ങളുള്ള കഥകളായിട്ട് എഴുതാം. അതിനുശേഷം ഇതിനെ ഒന്നിച്ചു ചേർത്ത് പിന്നെ തുടർച്ചയായിട്ടുള്ള കഥകൾ എഴുതാം. ഒരുമിച്ച് ഇതൊരു 200 അല്ലെങ്കിൽ 300 ഭാഗങ്ങളോളം വരുന്ന ഒരു വലിയ തുടർക്കഥയാക്കാൻ നിങ്ങൾക്ക് പറ്റും. അത്തരം തുടർക്കഥകളിൽ വായനക്കാരെ കിട്ടാനും സാധ്യതകൾ വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിവേഴ്സ് ഒരുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ആദ്യത്തേതാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ മൾട്ടിവേഴ്സ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ആദ്യം തന്നെ തീരുമാനിക്കണം. അതായത് നമ്മൾ പാരലായിട്ട് 3 കഥകളായിട്ടാണോ എഴുതുന്നത്, അതോ ഒരേ കഥ എഴുതി ആദ്യം ഒരു കഥാപാത്രത്തിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു, രണ്ടാമത്തെ എപ്പിസോഡിൽ തികച്ചും ബന്ധമില്ലാത്ത രണ്ടാമത്തെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു, അതിനുശേഷം മൂന്നാമത്തെ, അതിനുശേഷം ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എഴുതി എഴുതി അവസാനം ഇവരെ ഒന്നിച്ചു കൊണ്ടുവരികയാണ്. അതുമല്ല, ആദ്യം തന്നെ ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാക്കി ഇന്റർ കണക്റ്റഡ് ആയിട്ടാണോ എഴുതിക്കൊണ്ടുവരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ തീരുമാനിക്കണം. അതുപോലെ തന്നെ ഈ കഥകളിലെ ചില പൊതു സ്വഭാവങ്ങൾ ഉണ്ടാവും ഈ കഥകളിൽ ഒരുപോലെ കാണുന്ന, അതെന്തൊക്കെയാണെന്ന് കഥയിലൂടെ തന്നെ ആദ്യം തന്നെ വ്യക്തമാക്കാൻ ശ്രമിക്കുകയും വേണം. പിന്നെ പല യൂണിവേഴ്സ് ആണെന്ന് വിചാരിച്ച് എല്ലാ യൂണിവേഴ്സും ഒരുപോലെ ഇരിക്കരുത്. ഓരോ ലോകത്തിനും ഓരോ പ്രത്യേകത ഉണ്ടാവുമല്ലോ. അപ്പൊ
ഓരോ യൂണിവേഴ്സിനും അതിൻ്റെതായ സവിശേഷതകൾ ഉണ്ടാവണം. അതെന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയും വേണം. പിന്നെ കഥാപാത്രത്തിന്റെ തുടർച്ച. ഒരു കഥാപാത്രം പല യൂണിവേഴ്സുകളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ടാവാം. എന്ന് വെച്ച് കഥാപാത്രത്തിന്റെ കേന്ദ്ര സ്വഭാവം ഒരിക്കലും മാറിപ്പോകരുത്. അതെപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കണം. അതായത് പിന്നെ കഥകളുടെ തുടർച്ച, പ്രധാന സംഭവങ്ങൾ, കാലക്രമങ്ങൾ, ഇതെല്ലാം ഒരു പൊതു കഥാ നിയമം ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഒരുപോലെ പോകണം. ഒരു സമയത്ത് ഒന്ന് പറഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞ് അത് മറന്നുപോയി അതുമായിട്ട് ബന്ധപ്പെടാത്ത വേറൊരു കാര്യം എഴുതരുത്. അതിന് വിപരീതമായ വേറൊരു കാര്യം എഴുതരുത്. അത് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതിയത്, ഈ കഥ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ട്രാക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നിങ്ങളുടെ ഒരു കഥയില് വായനക്കാർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കഥാപാത്രം ഉണ്ടെന്ന് വിചാരിക്കുക. ആ കഥാപാത്രങ്ങളെ നിങ്ങളുടെ മറ്റു കഥകളിൽ ഒരു ക്യാമിയോ ആയിട്ട് കൊണ്ടുവരാം. ആ കഥാപാത്രത്തിന് അവിടെ പ്രാധാന്യം വേണം എന്നുപോലുമില്ല, വെറുതെ തന്നെ ഒരു ക്യാമിയോ ആയിട്ട് കൊണ്ടുവരാവുന്നതാണ്. പിന്നെ എഴുതുമ്പോൾ ഒരിക്കലും ഇപ്പൊ ഈ നിമിഷം എന്ന് മാത്രം വിചാരിച്ച് എഴുതരുത്. ഭാവിയിലെ കാര്യങ്ങളും കൂടി മുന്നിൽ കണ്ട് വേണം എപ്പോഴും കഥകൾ എഴുതാൻ, കഥകളും സംഭവങ്ങളും ഒക്കെ എഴുതാൻ. ഇനി മൾട്ടിവേഴ്സിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ്. കഥ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് കഥ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കഥയുടെ കഥാപാത്രങ്ങളുടെ ടീസർ കൊടുക്കാം. അവരുടെ വ്യക്തിത്വം, സ്വഭാവം എന്നിവയൊക്കെ വ്യക്തമാക്കുന്ന ചെറിയ ചെറിയ സംഭാഷണങ്ങൾ കൊടുക്കാം. അതൊക്കെ പ്രതിലിപിയിൽ പബ്ലിഷ് ചെയ്യാം. ഈ നിങ്ങളുടെ മൾട്ടിവേഴ്സിനെ പറ്റിയിട്ടൊരു രൂപരേഖ ആൾക്കാർക്ക് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കഥ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ കഥയെക്കുറിച്ച് തന്നെയുള്ള ക്വിസുകൾ നടത്താം. അത് ആൾക്കാരിൽ ഇൻട്രസ്റ്റ് കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ചെറിയ ചെറിയ ചെറുകഥകൾ എഴുതാം. അതായത് നിങ്ങളുടെ മൾട്ടിവേഴ്സിലെ കഥാപാത്രങ്ങളെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ചെറിയ ചെറിയ ചെറുകഥകൾ എഴുതാം. അത് ഈ കഥകളോട്, നിങ്ങളുടെ കഥകളിലേക്ക് ആൾക്കാരെ എത്തിക്കാനുള്ള സാധ്യത കൂട്ടും. പിന്നെ അവർക്ക് അതിനകത്ത് തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഏതാന്ന് ചോദിച്ചുകൊണ്ട് ഫാൻ ബോളുകൾ നടത്താം. പിന്നെ ചലഞ്ചുകൾ നടത്താം. അതായത് നിങ്ങളുടെ വായനക്കാരോട് എഴുതാൻ പ്രേരിപ്പിക്കാം. അതായത് നിങ്ങളുടെ മൾട്ടിവേഴ്സിലെ കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ചെറുകഥകൾ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വായനക്കാരെ പ്രോത്സാഹിപ്പിക്കാം. അവർക്കും ഒരു കൂടുതൽ എക്സ്പോഷർ കിട്ടാൻ അത്തരം ചലഞ്ചുകൾ സഹായിക്കും. ചുരുക്കത്തില് മൾട്ടിവേഴ്സ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പരസ്പര ബന്ധമുള്ള യൂണിവേഴ്സ്, ആൾക്കാർക്ക് ചിന്തിച്ച് ആലോചിച്ചെടുക്കാൻ പറ്റുന്ന ബന്ധമുള്ള ഒരുപാട് കഥകളെ ഒന്നിച്ചു കൊണ്ടുവരണം. അത് ഏത് ജോണർ ആയാലും അതിന്റെ കേന്ദ്ര ആശയം പ്രസ്താവിക്കണം. ആൾക്കാർക്ക് വളരെയധികം ആരാധന തോന്നുന്ന, ഹീറോസ് ആയിട്ട് തോന്നുന്ന കഥാപാത്രങ്ങളെ കൊണ്ടുവരണം. വളരെ അപൂർവവും സവിശേഷവുമായിട്ടുള്ള കഥാ പശ്ചാത്തലങ്ങൾ കൊണ്ടുവരണം. പിന്നെ ഈ കഥകളെ പരസ്പരം ബന്ധിപ്പിച്ചെടുക്കണം. എത്രത്തോളം ആകർഷകമാക്കാമോ അത്രത്തോളം ആകർഷകമാക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കഥ ഒരു വിജയമായിരിക്കും. ഇത് പ്രതിലിപിയിൽ ഇങ്ങനത്തെ പല കഥകളിലൂടെ പ്രതിലിപിയിൽ നിങ്ങളുടെ യൂണിവേഴ്സിനെയും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെയും വളർത്തുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഒരുപാട് വായനക്കാരെയും അതിനനുസരിച്ചുള്ള വരുമാനവും നേടാനും പറ്റും. അപ്പൊ ഇത്രയും കേട്ടത് വെച്ചിട്ട് നിങ്ങൾക്കൊരു പ്രതിലിപിയിൽ ഒരു യൂണിവേഴ്സ് തുടങ്ങാൻ താല്പര്യമുണ്ടോ? എന്നാ പിന്നെ ഉടൻ തന്നെ, അധികം ഒന്നും ആലോചിച്ചിരിക്കണ്ട, സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എഴുതി തുടങ്ങിക്കോ. ഇനി മൾട്ടിവേഴ്സ് എന്നതിലുപരിയായിട്ട് നമ്മുടെ എഴുത്ത് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആദ്യം തന്നെ ഞാനിവിടെ എബ്രഹാം ലിങ്കന്റെ ഒരു കോട്ട് വെച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു മരം മുറിക്കാൻ 6 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിനകത്ത് ആദ്യത്തെ 4 മണിക്കൂറും ഞാൻ എൻ്റെ കോടാലിക്കിന്റെ മൂർച്ച കൂട്ടാനായിരിക്കും ഉപയോഗിക്കുക എന്ന്. അപ്പോ
ആ എന്നായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ പണ്ടേ പറയുന്നുണ്ട്, വാളിനേക്കാൾ മൂർച്ചയുള്ള ആയുധം എപ്പോഴും പേനയാണെന്ന്. അപ്പം നമ്മുടെ പേനയുടെ മൂർച്ച എന്ന് പറയുന്നത് നമ്മുടെ എഴുത്താണ്. ആ എഴുത്തിന്റെ ആത്മാവ് നമ്മളാണ്. അപ്പൊ നമ്മുടെ എഴുത്തിന്റെ മൂർച്ച കൂട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം? പ്രതിലിപിയിൽ എങ്ങനെ വളരാം? പ്രതിലിപിയിൽ എങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് തുടർക്കഥ എഴുതാം എന്നൊക്കെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പം ഒരു സൂപ്പർ ഹിറ്റ് തുടർക്കഥ അല്ലെങ്കിൽ ഒരു മൾട്ടിവേഴ്സ് കഥ എഴുതണമെങ്കിൽ അതിനകത്ത് മത്സര ബുദ്ധിയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കണം. ആൾക്കാരെ മുഴുകിപ്പോകുന്ന ഒരു ലോകം അവർക്ക് ചുറ്റും സൃഷ്ടിക്കാൻ എഴുത്തുകാരായ നിങ്ങൾക്ക് കഴിയണം. വായനക്കാർ ഇഷ്ടപ്പെടുന്ന ആശയങ്ങളെ കഥകളാക്കി മാറ്റാൻ കഴിയണം. ഇതിനാദ്യം വേണ്ടത് പ്രതിലിപിയിലെ വായനക്കാരെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ വ്യത്യസ്തരായ വായനക്കാരുണ്ട്. അതായത് നമ്മുടെ പ്രതിലിപിയിൽ എന്ന് പറഞ്ഞാൽ പല ഗ്രൂപ്പുകളിൽപ്പെട്ട, പല രീതിയിൽ ജീവിച്ചു വരുന്ന, പല പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരു വലിയ കൂട്ടം വായനക്കാരാണ് പ്രതിലിപിയിലുള്ളത്. അതിൽ തന്നെ പ്രായത്തില് പ്രധാനമായും യുവാക്കളാണ്. അതായത് 18 മുതൽ 35 വയസ്സിനിടയിൽ പ്രായമുള്ള ആൾക്കാരാണ് പ്രതിലിപിയിൽ പ്രധാനമായിട്ടും വായനക്കാരായിട്ടുള്ളത്. എന്നാലും ഇവരെ കൂടാതെ കൗമാരപ്രായക്കാരും പ്രായമായവരും ഒക്കെ പ്രതിലിപിയിൽ ഇന്നുണ്ട്. ഒരുപാട് ജോണറുകൾ പ്രതിലിപിയിൽ ഉണ്ടെങ്കിലും ഇപ്പം ഏറ്റവും ജനകീയമായിട്ട് നിൽക്കുന്ന ജോണറുകൾ റൊമാൻസ്, ഫാന്റസി, ഹൊറർ, പുരാണകഥകൾ, ത്രില്ലർ എന്നുള്ളതൊക്കെയാണ്. ഇവയിലൊക്കെ എഴുതിയാൽ നിങ്ങളുടെ കഥ വിജയിക്കാൻ സാധ്യത കൂടുതലാണ്. ഒരു രചന അല്ലെങ്കിൽ ഒരു തുടർക്കഥ എഴുതുമ്പോൾ അത് നന്നാവണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വായനക്കാരെന്താണോ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതായിരിക്കണം നിങ്ങളുടെ രചനയിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇതാണ് പ്രതിലിപിയിൽ വിജയിക്കാനുള്ള ഒരു പ്രധാന വഴി. ഇപ്പം ആദ്യം നമ്മള് പഴയ പോലെ ബുക്ക് പ്രിന്റ് ചെയ്യുന്നതിന്റെ, ബുക്ക് വായിക്കുന്നതിൽ നിന്നും പ്രതിലിപിയിൽ എന്താണ് വ്യത്യാസം എന്ന് ആദ്യം ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾക്കൊരു ബുക്ക് വായിക്കണമെങ്കിൽ നമ്മൾ ഒരു ബുക്ക് സ്റ്റോറിൽ പോകുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബുക്ക് സ്റ്റോറിൽ പോയി അവിടെ നിന്ന് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള അഭിപ്രായങ്ങളോ വിവരങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വായിച്ചു നോക്കുന്ന ആ ഒരു സമ്മറിയോ ഇതിന്റെ കവർ ചിത്രമോ ഒക്കെ അനുസരിച്ച് നമ്മളൊരു ബുക്ക് എടുക്കുന്നു, പൈസ കൊടുത്ത് ആ ബുക്ക് വായിക്കുന്നു. വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ബുക്ക് ഇഷ്ടപ്പെട്ടില്ല, ആദ്യത്തെ 2 ചാപ്റ്റർ വായിച്ചു, എന്നിട്ട് നമുക്ക് ആ ബുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിരാശ മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ബുക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കാനോ പണം തിരിച്ചു കിട്ടാനോ ഒന്നും ഒരു വഴിയുമില്ല. പക്ഷെ പ്രതിലിപിയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് വായനക്കാർക്ക് ആയിരക്കണക്കിന് ചോയ്സുകളാണുള്ളത്. അപ്പം ആദ്യം അവരൊരു കഥ തിരഞ്ഞെടുക്കുന്നത്, ഒരു തുടർക്കഥ തിരഞ്ഞെടുക്കുന്നത് അവരുടെ താല്പര്യത്തിന്റെയും അവർക്ക് ഇഷ്ടപ്പെട്ട ജോണറുകളുടെയും തലക്കെട്ടുകളുടെയും അവര് കാണുന്ന കവർ ഇമേജിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷെ ഒരാൾ ഒരു കഥ വായിക്കാൻ തീരുമാനിക്കുന്നത് അതിന്റെ ആദ്യത്തെ അധ്യായം വായിച്ചു തുടങ്ങുന്ന സമയം മുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പ്രതിലിപിയുടെ ആദ്യത്തെ 15 അധ്യായങ്ങൾ സൗജന്യമായിട്ട് വായിക്കാൻ കഴിയുന്നത്. അതായത് ആ 15 അധ്യായങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഒരു വായനക്കാരനറിയാം ഈ കഥ ഞങ്ങൾക്ക് ഇഷ്ടമാവുമോ ഇല്ലയോ എന്ന്. ഇത് തന്നെയാണ് നിങ്ങൾ എഴുത്തുകാരെന്നുള്ള രീതിയിൽ നിങ്ങൾ മുമ്പിൽ വെക്കേണ്ടത്. നിങ്ങളുടെ ആദ്യത്തെ 15 അധ്യായങ്ങളാണ് നിങ്ങളുടെ വായനക്കാരെ പിടിച്ചു നിർത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോ ഇതിനെ ഒരു വായനക്കാരിൽ ഒരു താല്പര്യം ഉണ്ടാക്കാനും അവരെ പിടിച്ചു നിർത്താനും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, പ്രസിദ്ധീകരണം പതിവാക്കണം. അതായത് പതിവായിട്ട്, അതായത് ഇന്ന് കഥയുടെ ഒരു പാർട്ട് പ്രസിദ്ധീകരിച്ചിട്ട് അടുത്ത ആഴ്ച അടുത്ത പാർട്ട് പ്രസിദ്ധീകരിച്ചാൽ ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അവർക്കൊരു ഗ്യാപ്പ് വരും, അവർക്ക് അതിനോടുള്ള താല്പര്യം നഷ്ടപ്പെടും. അവർ സ്ഥിരമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന മറ്റു കഥകളെ തേടിപ്പോവും. പക്ഷെ നിങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിച്ചു, നാളെ പ്രസിദ്ധീകരിച്ചു, അങ്ങനെ പോയാൽ ആൾക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കഥയോടുള്ള ഒരു പ്രതിബദ്ധത മനസ്സിലാവുകയും ആൾക്കാർക്കും ആ കഥ വായിക്കാൻ വായനക്കാരും ആ കഥ വായിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാ ദിവസവും അത് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് നല്ലതാണ്. പിന്നെ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മറ്റൊന്നാണ് കവർ ചിത്രം. നിങ്ങൾ ഒരു കവർ ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം.
വളരെ ആകർഷകമായ കഥകൾ വേണം കവർ ചിത്രങ്ങളായിട്ട് വെക്കാൻ. അതും കഥയുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇപ്പം ഒരു ക്രൈം ത്രില്ലർ വെച്ചിട്ട് ഒരു സൂര്യാസ്തമയത്തിന്റെ പടം കവർ ചിത്രമായിട്ട് വെച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. പകരം ഒരു ക്രൈം നടത്തുന്നു, വയലന്റ് ആയിട്ടുള്ള കവർ ചിത്രങ്ങളല്ല, പക്ഷെ ക്രൈമിനെ കാണിക്കുന്ന ഒരു കവർ ചിത്രം വെക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹൊററിൽ ഒരു ഒറ്റപ്പെട്ട വീട്, ഒരു ഭൂതം, ഒരു പ്രേതം, അതിന്റെ എന്തിന്റെങ്കിലും ഒരു കവർ ചിത്രം വെക്കുന്നു. ഒരു പ്രണയകഥയ്ക്ക് ഒരു രണ്ട് സിനിമാ താരങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് കമിതാക്കളുടെ ഒക്കെ പടം വെക്കുന്നത് ആൾക്കാർക്ക് ആ കഥയിൽ എന്താണുള്ളത് എന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ സഹായിക്കും. കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കവർ ചിത്രങ്ങൾ ഒരുക്കിയെടുക്കാൻ എയുടെ സഹായവും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കവർ ചിത്രങ്ങൾ അതുവഴി തയ്യാറാക്കിയെടുക്കാം. പിന്നെ തലക്കെട്ട്. ഇപ്പം ഈ തലക്കെട്ടും കവർ ചിത്രവും ഒരുപോലെയാണ്. ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഇത് ഒരുക്കിയെടുക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പം KR മീരയുടെ ആരാച്ചാർ എന്നുള്ള ഒരു ബുക്ക്, അതിന്റെ കവർ ചിത്രവും അതിന്റെ ശീർഷകവും അതിനെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എഴുത്തുകാരി വളരെ മികച്ച എഴുത്തുകാരിയാണ്, എഴുത്തുകാരിയുടെ മികവ് വേറെ തന്നെയാണ്. പക്ഷെ അതിന്റെ തലക്കെട്ടും കവർ ചിത്രവും അതിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നുണ്ട്. അതുപോലെയുള്ള കവർ ചിത്രങ്ങളും തലക്കെട്ടുകളും ഒക്കെ, അങ്ങനെ നിങ്ങൾ എന്താണോ ആ കഥയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ റിഫ്ലക്ഷൻ വരുന്ന തലക്കെട്ടുകളും കവർ ചിത്രങ്ങളും തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ ഒരു കഥയുടെ ആദ്യത്തെ അധ്യായം വളരെ പ്രധാനമാണ്. ഒരു സംഭവബഹുലമായ ഒരു സീൻ, ഒരു ശക്തമായ ഒരു വരി, അല്ലെങ്കിൽ വളരെ ആകർഷകമായിട്ടുള്ള ഒരു സീൻ. ഇപ്പം ത്രില്ലർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ ആണെങ്കിൽ, ഒരു കൊലപാതകം, ഇതിനകത്തൊക്കെ കഥ തുടങ്ങുന്നത് ആൾക്കാരുടെ ഇൻട്രസ്റ്റ് ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കും. അതുപോലെ തന്നെ ഫാന്റസി ആണെങ്കിൽ അതിന് അനുസരിച്ചുള്ളത്, റൊമാൻസ് ആണെങ്കിൽ ഇപ്പം നായകന്റെ അല്ലെങ്കിൽ നായികയുടെ ഒരു ദയനീയമായ അവസ്ഥ, അല്ലെങ്കിൽ വളരെ നമുക്ക് ഈ ഹാപ്പിനെസ് ഉള്ള കഥകൾക്കും ആരാധകർ കൂടുതലാണ്. വളരെ സന്തോഷം തരുന്ന ഒരു സീൻ, ഇതൊക്കെ കൊടുത്തിട്ട് വേണം ആദ്യത്തെ അധ്യായം മുന്നോട്ട് കൊണ്ടുവരാൻ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പോകാൻ ആൾക്കാരിൽ ഉദ്വേഗം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ഇട്ടിട്ട് വേണം അവര് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് എത്താൻ. അല്ലാതെ ഒറ്റയടിക്ക് തുടരും എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് രണ്ടാമത്തെ അധ്യായം വായിക്കാൻ തോന്നണമെന്നില്ല. അതിനുള്ള എന്തെങ്കിലും ആകാംക്ഷ ഒന്നാമത്തെ അധ്യായത്തിൽ കൊടുക്കണം. രണ്ടാമത്തെ അധ്യായത്തിലും ഈ ആകാംക്ഷ പിടിച്ചു നിർത്താൻ നിങ്ങൾ ശ്രമിക്കണം. പിന്നെ ആദ്യത്തെ 10 അധ്യായങ്ങൾ വളരെയധികം പ്രധാനമാണ്. ഈ ആദ്യത്തെ 10 അധ്യായങ്ങളിൽ ആൾക്കാർക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന, അവർക്ക് പെട്ടെന്ന് വായിക്കണം എന്ന് തോന്നുന്ന രീതിയിൽ എഴുതണം. ഈ സ്ഥലങ്ങൾ കഥാപാത്രത്തിന്റെ ഒരു വളർച്ചയ്ക്കും വികാസത്തിനും ഒക്കെ ആയിട്ട് വേണം ഈ അധ്യായങ്ങൾ ഉപയോഗിക്കാൻ. അതിനകത്ത് നാടകീയ മുഹൂർത്തങ്ങൾ ഉണ്ടാവണം, ഈ കഥാപാത്രത്തിനെ വളരാൻ സഹായിക്കുന്ന കുറച്ച് ഉപകഥാഗതികൾ ഉണ്ടാവണം. ഇതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. പക്ഷേ ഈ കഥാപാത്രത്തിന്റെ രൂപപ്പെടുത്തലുകളിൽ നമ്മൾ ഊന്നൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കുറച്ച് പ്രധാന സന്ദർഭങ്ങളിൽ ഒരുക്കി വേണം കഥാപാത്രത്തിനെ രൂപപ്പെടുത്തിയെടുക്കാൻ. അനാവശ്യ വിവരങ്ങൾ ഒരിക്കലും നൽകരുത്. സന്ദർഭങ്ങളിലൂടെ വേണം കഥാപാത്രത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ നമ്മൾ അനാവശ്യ വിവരങ്ങൾ നൽകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കഥ കുറച്ചുകൂടി സ്ലോ ആയിട്ട് മാറും. ഇതെന്താ ഇത്ര പതുക്കെ പോണേ എന്ന് വായനക്കാർക്ക് തോന്നും. അപ്പൊ വായനക്കാർക്ക് അതിനകത്ത് താല്പര്യം കുറയും. പിന്നെ ഇതിനകത്ത് പറയുന്ന ഉപകഥാഗതികൾ ഒരിക്കലും ആദ്യത്തെ 10 അധ്യായമോ 15 അധ്യായമോ കഴിഞ്ഞ് ഉപേക്ഷിച്ച് കളയരുത്. കഥയിലുടനീളം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ ഈ അധ്യായങ്ങളിലൊക്കെ കഥാഗതിയെ സ്വാധീനിക്കാത്ത, സഹായിക്കാത്ത വിഷയങ്ങൾ അല്ലെങ്കിൽ കഥാഗതികൾ ഒക്കെ ഒഴിവാക്കാനും കഥാപാത്രങ്ങളെ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. ഒരു 60-ൽ പരം അധ്യായങ്ങളുള്ള തുടർക്കഥകളോട് ആൾക്കാർക്ക് കുറച്ചുകൂടി വായിക്കാൻ ഒരു ഇഷ്ടം തോന്നാൻ സാധ്യതയുണ്ട് ചെറിയ കഥകളെക്കാൾ.
ഇപ്പോ ഒരു കഥാപാത്രങ്ങളില് ആ മെയിൻ ആശയങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുപോകുന്ന ചെറിയ കഥകളെ വേണം നമ്മൾ ഉപകഥാഗതികളായിട്ട് സ്വീകരിക്കാൻ. അതുപോലെ തന്നെ മുഖ്യ കഥാപാത്രത്തിനോട് യോജിക്കുന്നോ വിയോജിക്കുന്നോ, അതായത് ഇതിനെ ഇഷ്ടപ്പെടുന്നതോ വെറുക്കുന്നതോ ആയ ആൾക്കാരെ, കഥാപാത്രങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം. ഇതൊക്കെ നമ്മുടെ ആ മുഖ്യ കഥാപാത്രത്തിന്റെ വ്യക്തിത്വത്തെ കുറച്ചുകൂടെ തീവ്രമായിട്ട് മനസ്സിലാക്കാൻ ആൾക്കാരെ സഹായിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അത് വളരെ നല്ലതാണ്. പിന്നെ എപ്പോഴും ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു ഉപകഥാഗതി, അതായത് മുഖ്യ കഥാഗതിയോട് സമാന്തരമായ രീതിയിൽ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രഹസ്യ സ്വഭാവമുള്ള ഉപകഥാഗതി ആൾക്കാരുടെ ഉദ്വേഗം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ഉപകഥാഗതി നമ്മുടെ നായകന്റെയോ നായികയുടെയോ ജീവിതത്തിൽ ഒരു പ്രധാന മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നുമായിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒരിക്കലും ഉപകഥാഗതികൾ നമ്മുടെ മുഖ്യ കഥയുടെ മുകളിൽ പോകരുത്. അതിനെ പോഷിപ്പിക്കുക, അതിനെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ അതിനെ ഇൻട്രസ്റ്റ് കൂട്ടുക എന്നുള്ള രീതിയിൽ ഒരു ചെറിയ നമ്മുടെ സഹനടൻ എന്നൊക്കെ ഉള്ള രീതിയിൽ പോലെ വേണം ഉപകഥാഗതികൾ മുന്നോട്ട് പോകാൻ. ഈ മുഖ്യ കഥയുടെ കേന്ദ്രമാക്കി വെച്ചുകൊണ്ട് കഥയില് സമ്മർദ്ദവും രഹസ്യങ്ങളും വൈകാരിക ആഴവും ഒക്കെ നൽകാൻ ഉപകഥാഗതികൾ വളരെയധികം ഗുണകരമാണ്. പിന്നെ കഥകളിൽ സംഭാഷണങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. എത്ര സംഭാഷണങ്ങൾ എഴുതാൻ പറ്റുമോ അത്രയും സംഭാഷണങ്ങളിൽ കൂടെ കഥ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് ഓരോ കഥാപാത്രത്തിനും ഒരു വ്യക്തിത്വം നൽകാനും അവരുടേതായ ഒരു ശബ്ദം നൽകാനും ഒക്കെ ഇത് അവരെ സഹായിക്കും. പിന്നെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുമ്പോൾ കുറച്ച് അച്ചടി ഭാഷ വരാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ സംഭാഷണങ്ങളൊക്കെ ഒന്ന് ഉറച്ചു വായിച്ചു നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഒരു അരുചി തോന്നുന്ന സംഭാഷണങ്ങൾ ഒഴിവാക്കി നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ എഴുതി നോക്കണം. അത് വായനക്കാരെ പെട്ടെന്ന് പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അനാവശ്യ വാക്കുകൾ, സംഭാഷണങ്ങൾ, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങളുടെ കഥയിലേക്ക് ഒരു രീതിയിലുള്ള ബന്ധവും ഇല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും എഴുതരുത്. അത് വായനക്കാരുടെ താല്പര്യം നഷ്ടപ്പെടാൻ കാരണമാകും. ഇനി നമ്മളൊരു കഥ എഴുതിയാൽ കഥ അല്ലെങ്കിൽ നമ്മൾ സീരിയലും സിനിമയൊക്കെ കാണുന്നുണ്ട്. സിനിമയും സീരിയലും എത്രത്തോളം നല്ലതാണോ അതുപോലെ തന്നെ പ്രധാനമാണ് അതിന്റെ റിലീസിനും അതിന് ശേഷവും ഒക്കെയുള്ള പ്രൊമോഷനുകളും. അതുപോലെ തന്നെ നമുക്ക് പ്രതിലിപിയുടെ കഥയും പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ വായനക്കാരെ കൂട്ടാൻ വളരെയധികം സഹായിക്കും. അപ്പം ഒരു കഥ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കഥാപാത്രത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരുടെ സ്വഭാവ ഗുണങ്ങൾ കാണിച്ചുകൊണ്ട് അവരുടെ വില്ലന്മാരുടെ സ്വഭാവങ്ങൾ കാണിച്ചുകൊണ്ട് ആൾക്കാരിൽ ചെറിയ ചെറിയ ആകാംക്ഷ ഉണ്ടാക്കുന്ന പോസ്റ്റുകൾ ഇടാം. ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം, വായിക്കണമെങ്കിൽ ഇവിടെ വരാൻ പറയാം. ആൾക്കാരിൽ ആകാംക്ഷ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഇവ ചെയ്യണം എന്നുള്ളതാണ് ശ്രദ്ധേയം. പിന്നെ ചെറിയ ചെറിയ ടീസറുകൾ, അതായത് കഥാപാത്രത്തെ വെച്ചിട്ട് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സന്ദർഭങ്ങൾ ഒരുക്കിയെടുത്ത് അത് പങ്കുവയ്ക്കാം. പക്ഷെ ഇതിനൊന്നും കോപ്പിറൈറ്റ് ഇല്ലെന്ന് ഉറപ്പാക്കണം. കോപ്പിറൈറ്റ് ഇല്ലാത്ത ചിത്രങ്ങളും മറ്റുമൊക്കെ ഇതിന് ഉപയോഗിക്കണം. എന്നിട്ട് കഥയുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കൊടുക്കാം. അതായത് കഥയിലെ പ്രധാനപ്പെട്ട ഭയങ്കര നാടകീയമായ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആ കഥയോട് വളരെയധികം ഇൻട്രസ്റ്റ് തോന്നും. അത് ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കവർ ചിത്രവും തലക്കെട്ടും വളരെയധികം പ്രധാനമാണ്. കഥയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കവർ ചിത്രവും തലക്കെട്ടും ആരെയും ആകർഷിക്കുന്ന ഒരു തലക്കെട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉടൻ വരുന്നു, ഇപ്പൊ എത്തും പോലെയുള്ള ബാനറുകൾ പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കണം. അതുപോലെ കൗണ്ട് ഡൗൺ പോസ്റ്ററുകൾ ഇടുന്നത് ആൾക്കാരിൽ ആകാംക്ഷ ഉണ്ടാക്കാൻ സഹായിക്കും. അതുപോലെ ഒരു കഥ എഴുതി അതിനെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഇത് നിർത്തേണ്ട ആവശ്യമില്ല. ഓരോ അധ്യായത്തിന്റെയും
ചെറിയ ചെറിയ ഭാഗങ്ങൾ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതായത് അതിനകത്തെ പ്രധാനപ്പെട്ട വരികൾ, ആകർഷകമായ സംഭാഷണങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് പോസ്റ്റുകളായിട്ട് ഇടാം, സോഷ്യൽ മീഡിയയിൽ ഇടാം. ഇതൊക്കെ നിങ്ങളുടെ വായനക്കാരുടെ എണ്ണത്തിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിറ്റി. മറ്റ് രചയിതാക്കളോട് നിങ്ങൾക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് എൻ്റെ കഥ, എൻ്റെ കഥയെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ്. കൂടാതെ അവരുമായിട്ട് ചേർന്ന് അവരുടെ കഥയും നിങ്ങളുടെ കഥയും ഒരുപോലെ പ്രൊമോട്ട് ചെയ്യാനും നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. ഓരോ പുതിയ ഭാഗം നിങ്ങൾ കഥ പ്രസിദ്ധീകരിക്കുമ്പോഴും അതിന്റെ ചെറിയ ചെറിയ സ്നിപ്പറ്റുകൾ, അതായത് അതിന്റെ ആകർഷകമായ ചെറിയ ചെറിയ ഭാഗങ്ങൾ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ആൾക്കാരിലെ ക്യൂരിയോസിറ്റിയെ വളർത്തുകയും അവര് നിങ്ങളുടെ കഥകളിലേക്ക് എത്തുകയും ചെയ്യും. പുതിയ വായനക്കാരെ ആകർഷിക്കാൻ മെയിൻ ആയിട്ട് വേണ്ടത് പോസിറ്റീവ് റിവ്യൂകളാണ്. അപ്പം റിവ്യൂ എത്രത്തോളം പോസിറ്റീവ് ആവാമോ, വായനക്കാരുടെ അഭിപ്രായം അനുസരിച്ച് നിങ്ങളുടെ കഥയിൽ നിങ്ങളുടെ സർഗാത്മകതയെ നിലനിർത്തിക്കൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരാമെങ്കിൽ അതും നല്ലതാണ്. പിന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ, ഏത് കാര്യവും നന്നായി നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാവുന്ന സ്ഥലങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ. വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ. വാട്സപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മെസ്സേജ് അയക്കാം, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യാം. ഇതൊക്കെ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിലിപിയ വായനക്കാരുടെ എണ്ണം കൂട്ടുകയും നിങ്ങളുടെ മൊത്തത്തിലുള്ള വായനക്കാരുടെ എണ്ണം കൂട്ടുകയും ചെയ്യാം. പിന്നെ വായനക്കാരുടെ റിവ്യൂവും റേറ്റിംഗും വളരെ പ്രധാനമാണ്. അത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കമെൻഡേഷനും നിങ്ങളുടെ കഥകൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം ഒരു വായനക്കാരോട് പറയുക, ഒരു 50 റിവ്യൂ എങ്കിലും കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ശ്രമിക്കുക. വായനക്കാരെ റിവ്യൂ ചെയ്യാനും റേറ്റ് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുക. അവര് റിവ്യൂ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മറുപടികൾ കൊടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പിന്നെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കഥാവിഭാഗങ്ങളിൽ കഥകൾ എഴുതുകയും അതിനെ വളരെ നന്നായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുക. ഇത് ആൾക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ വായനക്കാരെ അവര് തന്നെ നിങ്ങളുടെ കഥകൾ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. കഥകൾ പോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലും വളരെയധികം പ്രാധാന്യമാണ്. വളരെ ആകർഷകമായ ഒരു പേര്, നിങ്ങളുടെ പേര് തന്നെ വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തൂലികാനാമം കുറച്ചധികം ആകർഷകമായ ഒരു തൂലികാനാമം വെക്കാം, നല്ലൊരു ഫോട്ടോ ഇടാം, നല്ലൊരു ബയോ എഴുതാം. ഇതൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ ശ്രദ്ധിക്കപ്പെടാൻ സഹായിക്കും. അത് നിങ്ങളുടെ കഥയെയും ശ്രദ്ധിക്കപ്പെടും. പിന്നെ കഥകൾ എഴുതി ഉടൻ തന്നെ ഒരു കഥ എഴുതി അത് ഒരിക്കൽ പബ്ലിഷ് ചെയ്തു, പിന്നെ അത് ഡ്രാഫ്റ്റിലേക്ക് മാറ്റി, വീണ്ടും അത് പ്രീമിയം ആക്കി, പിന്നെ അത് ഡ്രാഫ്റ്റിലേക്ക് മാറ്റി. ആ ശീലം എപ്പോഴും ഒഴിവാക്കുന്നതാണ് നല്ലത്. കഥ ഡ്രാഫ്റ്റിലേക്ക് മാറ്റാതിരിക്കുക. എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം റെക്കമെൻഡേഷൻ സിസ്റ്റം കൃത്യമായി വർക്ക് ചെയ്യാൻ എന്തൊക്കെ വേണം എന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാം. നേരത്തെ പറഞ്ഞ പോലെ വളരെ ആകർഷകമായിട്ടുള്ള ഒരു തലക്കെട്ട്, നിങ്ങളുടെ കഥയുടെ ആശയത്തിനും ജോണറിനും യോജിച്ചതായിട്ടുള്ള ഒരു തലക്കെട്ട്, അതിനനുസരിച്ചുള്ള ഒരു കവർ ചിത്രം, വളരെ ശക്തമായ ആൾക്കാരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന, ആൾക്കാരെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ള ആദ്യത്തെ അധ്യായം, ആൾക്കാരുടെ താല്പര്യം നിലനിർത്തുന്ന രീതിയിൽ തന്നെ എഴുതി വരുന്ന പുതിയ പുതിയ എപ്പിസോഡുകൾ, അപ്ഡേറ്റുകൾ സ്ഥിരമായിട്ട് പബ്ലിഷ് ചെയ്യുക, വായനക്കാരോട് കൃത്യമായി ഇടപെടുക, അവരോട് കമന്റ് റിവ്യൂ ചോദിക്കുക, അവരോട് സ്ഥിരമായി സംബന്ധിച്ച് നിങ്ങൾക്ക് വിശ്വസ്തരായ, നിങ്ങളുടെ കഥയ്ക്ക് വിശ്വസ്തരായ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാൻസിനെ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നത് റെക്കമെൻഡേഷൻ സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും. പിന്നെ നമ്മുടെ വായനക്കാർ ഒരിക്കൽ എത്തിക്കഴിഞ്ഞാൽ അവര് പുറത്തു പോവരുത് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ കഥകൾ എഴുതാൻ. അതിന് സസ്പെൻസുകൾ കൊണ്ടുവരണം, ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾ കൊണ്ടുവരണം, ആകാംക്ഷയും സമ്മർദ്ദവും നിലനിർത്തണം. പിന്നെ ടാഗിങ്, കൃത്യമായ ഒരു ജേണറിന്റെ അതിന്റെ കൃത്യമായ ടാഗുകൾ ഉപയോഗിക്കാൻ
ശ്രമിക്കണം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോൾ നിങ്ങളുടെ കഥകളും അതിലേക്ക് വരും. അത് നിങ്ങളുടെ കഥകൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആളുകളുടെ പോസിറ്റീവ് പ്രതികരണങ്ങൾ റെക്കമെൻഡേഷൻ സിസ്റ്റത്തിലേക്ക് നിങ്ങളുടെ കഥകളെ എത്തിക്കാൻ വളരെയധികം പ്രധാനമാണ്. അതുകൊണ്ട് സംതൃപ്തരായ വായനക്കാരോട് അഭിപ്രായം പറയാൻ നിങ്ങൾ ചോദിക്കുക. കഥകളോടൊപ്പം തന്നെ അഭിപ്രായം പറയണമെന്ന് അറിയിക്കുക. അവർ അഭിപ്രായം പറഞ്ഞാൽ അതിനുള്ള നിങ്ങളുടെ മറുപടി കൊടുക്കാനും കമന്റ് ആയിട്ട് കൊടുക്കാനും ശ്രമിക്കുക. അത് ആൾക്കാരുടെ പ്രതികരണ രീതിയെ മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങളെ സഹായിക്കും. പിന്നെ കഥ ഒരുപാട് വലുതായി പോകരുത്, എന്നാൽ ഒരുപാട് ചെറുതുമായി പോകരുത്. ഒരു മീഡിയം രീതിയിലുള്ള കഥകൾ നിലനിർത്താൻ ശ്രമിക്കുക. പിന്നെ കീവേഡുകൾ ഉപയോഗിക്കുന്നത്, അതായത് ടാഗിലും വിവരണത്തിലും തലക്കെട്ടിലും വിവരണത്തിലും ഒക്കെ കീവേഡുകൾ ഉപയോഗിക്കുന്നതും വായനക്കാരുടെ എണ്ണത്തിനെ കൂട്ടാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ നിരക്ക് കൂട്ടാനും സഹായിക്കും. പിന്നെ കഥ ഇഷ്ടമായെങ്കിൽ, അതായത് അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ വായനക്കാരോട് തന്നെ നിങ്ങളുടെ കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രേരിപ്പിക്കാം. ഇത്രയും കൂടുതൽ ഭാഗങ്ങൾ അൺലോക്ക് ചെയ്ത് വായന തുടരാൻ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് നിങ്ങൾക്ക് കഥയിൽ തന്നെ പറയാം. ഇതും നിങ്ങളുടെ കഥയുടെ വായനക്കാരുടെ ഇൻട്രസ്റ്റ് കൂട്ടാനും അവരുടെ സബ്സ്ക്രിപ്ഷൻ റേറ്റ് കൂട്ടാനും സഹായിക്കും. ഇനി നിങ്ങൾ ഈ ടിപ്പുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ അവസാനത്തോടെ എത്തി നിൽക്കുകയാണ്, നമ്മൾ ഈ ടിപ്പുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 5 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വളരെ നല്ലൊരു വിജയം പ്രതിലിപിയിൽ ഒരുക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് പ്രതിലിപി നടത്തുന്ന മത്സരങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ പ്രതിലിപി നടത്തുന്ന മത്സരങ്ങളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസുകൾ കിട്ടും. നിങ്ങൾക്കൊരു ചിട്ടയായ എഴുത്തിന്റെ രീതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കും. സർട്ടിഫിക്കറ്റുകൾ കിട്ടും, സമ്മാനങ്ങൾ കിട്ടും. പിന്നെ 5 മാസത്തിനകം തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനവും പ്രതിലിപിയിൽ നിന്ന് ലഭിക്കാൻ ഇത് സഹായിക്കും. സോ ഇതൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്തും കൂടി ഈ അറിവുകളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി വരാനിരിക്കുന്ന, അതായത് നാളെ അടുത്ത ദിവസങ്ങളിൽ എന്റെ സഹപ്രവർത്തകയായ അഞ്ജനയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. അപ്പോ നിങ്ങൾക്ക് പ്രതിലിപിയിൽ ഒരു വൻ വിജയമായി മാറാനുള്ള നിരവധി ടിപ്പുകളുമായിട്ടാണ് അഞ്ജന വരാനിരിക്കുന്നത്. പിന്നെ രചനയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്ന് അഞ്ജന കൃത്യമായിട്ട് പറഞ്ഞു തരും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിലും കൂടുതൽ വിശദമായിട്ട്. പിന്നെ നന്നായിട്ട് വിജയിക്കുന്ന പ്ലോട്ട് ഐഡിയകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. പിന്നെ അടുത്ത കുറച്ച് മാസങ്ങളിൽ പ്രതിലിപിയിൽ വിജയം കണ്ടെത്താനുള്ള കുറെ ടിപ്പുകളും അഞ്ജന പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നാളെ നിങ്ങൾ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് ചാറ്റ് ഓൺ ചെയ്യുന്നുണ്ട്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. നാളെയും നിങ്ങൾ വീണ്ടും എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാവുന്നതാണ്. സംശയങ്ങൾക്ക് പ്രതിലിപിയുടെ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയക്കാം. അതിന് ഞങ്ങൾ ഉടൻ തന്നെ ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും. ക്ലാസ് ബോറടിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു. ബോറടിച്ചെങ്കിൽ അതും പറയാം.
അപ്പോൾ ശരി, നാളെ കാണാം. വീണ്ടും കാണാമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.